അത് ചെയ്തണ്ടേ ഞാൻ അജയകുമാർ നാർ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിലൂടെ എന്ന ഇതിൽ ഇന്ന് ഞാൻ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലെ ഓരോ കേന്ദ്രങ്ങളിലൂടെയാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി നിരവധിയായ കരകൗശല നിർമ്മിതികൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഇവിടെ അടുത്ത് തന്നെ ഡിസംബർ മാസത്തിൽ ഒരു വലിയ ക്രാഫ്റ്റ് മേള നടക്കാൻ പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്രാഫ്റ്റ് മേള ഒട്ടനവധി കരകൗശല നിർമ്മിതികളുടെ ഒരു കേന്ദ്രമാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്. ഇത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു സഹസ്ഥാപനമാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പഗ്ബടാനന്ദൻ്റെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഈ സ്ഥാപനം. ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും കേരളത്തിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള ഒട്ടനവധി ആളുകളെ കാണാനും വാങ്ങാനും ആകർഷിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇവിടുത്തെ ഈ ക്രാഫ്റ്റ് പ്രവർത്തനങ്ങൾ എന്ത് തന്നെയാലും വന്ന് സന്ദർശിക്കേണ്ട ഒന്നാണ്. തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് വടകര ആണ് ഇതിൻ്റെ മേഖല. ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഉൾഭാഗങ്ങളിലൂടെയാണ്. വിവിധ ചിത്ര പ്രദർശനങ്ങൾ, അതിൽ തന്നെ നിരവധിയായ കരകൗശല വർക്കുകൾ ഇതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാമേളക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കേന്ദ്രമാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്. ഇവിടുത്തേക്കുള്ള ഒരു യാത്ര വളരെ സന്തോഷകരമായൊരു അനുഭവം നമുക്ക് കരഗതമാക്കും. ഇവിടെ ഈ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് നിലനിൽക്കുന്ന ഒരു സ്ഥലം വലിയ ഒരു പാറയായിരുന്നു. ഇത് ഇരിങ്ങൽ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ പൊടിച്ചു മാറ്റി ഇവിടെ ഒരു വിജനമായ ഒരു ഇതായി മാറിയപ്പോൾ അതിനുശേഷമാണ് ഇവിടെ സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനം ഉടലെടുക്കുന്നത്. ഇത് കൈത്തറി നെയ്ത്ത് കേന്ദ്രമാണ്.